അങ്ങനെ ഞങ്ങൾ ബദ്രിനാഥിൽ നിന്ന് ഇറങ്ങണം വൈകിട്ട് 6 മണിയാകുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ ബദ്രിനാഥിൽ ഒരു ദിവസം സ്റ്റേ ചെയ്യാനുണ്ട്. അതുപോലെ മാന വില്ലേജ്, അത് കഴിഞ്ഞ് മാന വില്ലേജ് എന്ന് ഇന്ത്യയുടെ ഫസ്റ്റ് വില്ലേജ് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേപ്പാളാണ്. നേപ്പാളിൽ വ്യാസഗുഹ ഒരു 6 കിലോമീറ്റർ മാന വില്ലേജിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വ്യാസഗുഹ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുകൂടെ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ഈ ട്രിപ്പിൻ്റെ ഈ പാക്കേജിൽ അതുകൂടി ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ സംഘാടകർ അവിടെ എത്തിയപ്പോൾ ഇനി അങ്ങോട്ട് പറ്റില്ല, കാരണം ഡ്രൈവർമാർ 6 മണിയായി, ഇവർ ഒരു 7-7:30 ആയിരുന്നു കഴിഞ്ഞ ഡ്രൈവർമാർ പിന്നെ വണ്ടി എടുക്കില്ല പറയും. അപ്പോൾ നമുക്ക് താമസിക്കാനുള്ള സ്ഥലം കിട്ടില്ല, അതൊക്കെ പറഞ്ഞിട്ട് ഇവർ കിടന്ന് ബഹളം വയ്ക്കാൻ തുടങ്ങി. ശരിക്കും മാന വില്ലേജിൻ്റെ ഗേറ്റോട് കൂടി ഞങ്ങൾ തിരിച്ച് കൊണ്ടുവരികയാണ്. ഇങ്ങനത്തെ ഈ ഗ്രൂപ്പുകളുടെ കൂടെയൊക്കെ പോയി പാക്കേജൊക്കെ എടുക്കുന്ന സമയത്ത് അവർ നമുക്കൊരു നോട്ടീസും കാര്യങ്ങളും എവിടേക്കാണ്, എങ്ങനെ, ഏതൊക്കെ ദിവസം എവിടെ സ്റ്റേ ചെയ്യുന്നു, എന്തൊക്കെ കാണുന്നു എന്നുള്ളതുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഈ നോട്ടീസൊക്കെ കയ്യിൽ എടുത്തിട്ട് വേണം പോകും. ഇന്നടുത്ത് എത്തുമ്പോൾ ഇതുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കണം. നമ്മൾ ഇതൊന്നും എടുക്കാതെ പോയതുകൊണ്ട് നമ്മൾക്കും അതിൻ്റെ അറിയുന്നില്ല എങ്ങനെയാണ് എന്നുള്ളത്. ഇവിടെ സ്റ്റേ പറഞ്ഞിട്ടുണ്ട്, ഒരു രാത്രി തങ്ങിയാൽ മതി. ഈ മല ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ എവിടെ പെരുവഴിയാണ്, എവിടെ നിൽക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അന്ന് അവിടെ സ്റ്റേ ചെയ്യാതെ വ്യാസഗുഹയും കണ്ടില്ല, ഒന്നും കണ്ടില്ല. ഇത് തന്നെയാണ് ഇന്ത്യയുടെ ഫസ്റ്റ് വില്ലേജ് എന്ന് പറഞ്ഞ് ഞങ്ങളെ കാണിച്ചു, തിരിച്ചിറക്കി. അവിടെ തന്നെ കുറച്ച് പേരൊക്കെ കുറേ പ്രശ്നം, അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ഡ്രൈവർ എന്തായാലും അമ്പിനും വിലിനും അടക്കില്ല. അവർ പറഞ്ഞിട്ടുണ്ട് 7-8 മണിക്കപ്പുറം വണ്ടി ഓടിക്കില്ല എന്നുള്ളത്. ഞങ്ങളുടെ ഡ്രൈവറാണെങ്കിൽ ഇത്രയേ ഉള്ളൂ, നേപ്പാളുകാരനാണ്. പക്ഷെ പുള്ളി സമ്മതിക്കണം. ആ ഒരു എന്താ പറയുക, ഒരു 10-11 ദിവസം ഞങ്ങളെ ഉത്തരാഖണ്ഡ് ഹിമാലയ പർവ്വത നിരകളിലൂടെ, ഹിമാലയ പർവ്വതങ്ങളുടെ താഴ്വരയാണല്ലോ പിന്നെ കേദാർനാഥ്. അപ്പം അത്രയും ദിവസം ഞങ്ങൾ അതിലൂടെ ഓടിച്ചതിന് ശരിക്കും പറഞ്ഞാൽ വലിയൊരു നന്ദി. ഞങ്ങൾ അതൊക്കെ പറഞ്ഞിട്ടാണ് തിരിച്ച് വരുമ്പം കയ്യൊക്കെ കൊടുത്ത് അത്രയും വലിയൊരു താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടാണ് വന്നത്. എന്നിരുന്നാലും സമ്മതിക്കണം, ആൾ ഇത്രയേ ഉള്ളൂ. പലയിടത്തും ചെക്ക് പോസ്റ്റ് പിടിച്ചിട്ട് പറയാറുണ്ട് ശരിക്കും ഡ്രൈവറാണോ ലൈസൻസ് എടുക്കുന്നൊക്കെ. നേപ്പാളുകാരനാണ് പുള്ളി. എന്നിട്ട് ലൈസൻസ് ഒക്കെ കാണിച്ചിട്ടാണ് പറയുന്നത്. കാണിച്ചാലും അവരിങ്ങനെ നോക്കും ശരിക്കും അതാണോ എന്നുള്ളതല്ല. കാരണം അത്രയേ ഉള്ളൂ, പൊടി ആളായിരുന്നു. പക്ഷെ നല്ലൊരു ഡ്രൈവറായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ അത് താഴെ ഇറക്കി കുറച്ച് കിലോമീറ്റർ ഓടുമ്പോഴത്തേക്കും പിപ്പൽകോട്ട് എന്ന് പറഞ്ഞ സ്ഥലം, അതൊരു കൊച്ചു ടൗണ് പോലെ ആണ്. അവിടെ എത്തിയപ്പോൾ ഡ്രൈവർ പറഞ്ഞു, ഈ ഏരിയയിൽ നിങ്ങൾക്ക് റൂം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എടുത്തോളൂ, ഇനി വണ്ടി അങ്ങനെ പോകാൻ പറ്റില്ല, കാരണം ഡ്രൈവർമാർക്ക് റെസ്റ്റ് വേണമല്ലോ. അങ്ങനെ പറഞ്ഞു. പിന്നെ റൂമും കാര്യങ്ങളൊക്കെ നോക്കി അവിടെ വന്നപ്പോഴാണ് ഒരു 4 ദിവസമായി ഞങ്ങൾ ട്രെയിൻ ഇറങ്ങിയ ശേഷം ഈ യാത്ര തുടർന്നിട്ട് അവിടെ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞ ഒരു റൂം 5 പേർക്ക് നല്ല അന്തസ്സായിട്ട് കിടക്കാനും കുളിക്കാനും ഒക്കെ പറ്റിയ റൂം കിട്ടിയത്. അതുമാത്രമല്ല ഞങ്ങൾ ഡൽഹി എത്തിയപ്പോൾ കുളിച്ച ഡ്രസ്സ്, കഴുകിയിട്ട ഡ്രസ്സ് ഉണങ്ങാനുള്ള ഇത് കിട്ടിയിട്ടില്ല. വെള്ളം ഒന്ന് കളഞ്ഞ് മടക്കി വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഋഷികേശിൽ പോയിട്ട് ആ ഗംഗയിൽ പോയി മുങ്ങിയ അവിടുന്ന് ആ തുണിയും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബദ്രിനാഥിലേക്ക് പോകുന്ന സമയത്ത് ഒരിടത്ത് സ്റ്റേ ചെയ്യേണ്ടി വന്നു. അതൊരു 15 പേരോളം അടങ്ങുന്ന വലിയൊരു ഹാളാണ്. പക്ഷെ കിടക്കാൻ സൗകര്യങ്ങളും എല്ലാം ഉണ്ട്, കുളിക്കാനും ബാത്റൂം എല്ലാം ഉണ്ട്. പക്ഷെ 15 പേര് അങ്ങനെ അടങ്ങുന്ന അതുപോലത്തെ ആ ഭാഗത്തൊക്കെ അങ്ങനെയായിരിക്കും കിട്ടുന്നത് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുപോലെ എല്ലാവരും ഇങ്ങനെ കുളിച്ച് കഴിയുമ്പോൾ ഒരു കാര്യങ്ങളും പിന്നെ അതുപോലത്തെ ഇട്ട ഡ്രസ്സും ഇന്നേഴ്സും ഒക്കെ കൂടെ കഴിയുമ്പോൾ ഉണങ്ങാനോ ഇടാനുള്ള ഇതില്ല. ഉണങ്ങിയാൽ രാത്രി നമ്മൾ ഇതുപോലെ പാതിരാത്രിക്കൊക്കെ കഴുകിയിട്ട് ഈ കൊടും തണുപ്പിൽ എവിടെ ഉണങ്ങി കിട്ടാനാണ്. അങ്ങനെ ഞങ്ങൾക്ക് 3 ദിവസത്തെ തുണികളുണ്ട്. അപ്പോൾ ഈ പിപ്പൽകോട്ട് എത്തിയപ്പോഴാണ് ഞങ്ങൾ കുറച്ച് നമുക്ക് റൂമൊക്കെ കിട്ടിയപ്പോൾ കുഴപ്പമില്ല. അതിന്ന് എന്താണെന്ന് പറഞ്ഞാൽ റോട്ടിൽ നിന്ന് കാണുമ്പോൾ 2 നിലയാണ് ആ ബിൽഡിംഗ് കാണുന്നത്. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയത് താഴെ 4 നില താഴേക്ക് ഇറങ്ങി വരണം. പക്ഷെ നമ്മളിങ്ങനെ ഇറങ്ങും തോറും നമ്മുടെ റൂം വെളിയിൽ ഓപ്പൺ ആണ്. ഓപ്പൺ എന്ന് പറഞ്ഞാൽ താഴെ വലിയ ഒരു റിവറും അതിനപ്പുറത്ത് വലിയ ഹിൽസും ഒക്കെ ആയിട്ട് ഒരു ചെറിയ ഒരു ടൗൺ പോലുള്ള ഒരു സംഭവമാണ്. കാരണം ഫുൾ ലൈറ്റ് സെറ്റും എല്ലാം ആയിട്ട് നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ അതുകൊണ്ട് നമുക്ക് ബോറടിക്കില്ല. നമ്മൾ താഴെ അണ്ടർഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയും കാണാത്തല്ല, അടുത്ത മലയും കാര്യങ്ങളും ഫുൾ സീനറീസും ഒക്കെ കണ്ട് വിശാലമായ കാറ്റും തണുപ്പും ഒക്കെ ആയിട്ട് നമുക്ക് ഇരിക്കാം. പക്ഷെ എന്താണ് 4 നില കയറി ഇറങ്ങണമെന്ന് മാത്രം. അങ്ങനെ ഞങ്ങൾ അവിടെ അന്ന് ദിവസം കുളിച്ച് ഈ 3-4 ദിവസത്തെ നനഞ്ഞ തുണികളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ ഒരു വലിയ കയറൊക്കെ കെട്ടി എല്ലാവരും ഒരുപാട് കയറൊക്കെ കെട്ടി, കാരണം ഉണങ്ങി കിട്ടണ്ടേ. ഇന്നേഴ്സ് വരെ നമുക്ക് ഇനി ആകെ 2 ദിവസത്തേ ഉള്ളൂ ഡ്രസ്സ്. ബാക്കിയൊക്കെ ഇത് ഉണങ്ങിയില്ലെങ്കിൽ ഇനിയും അടുത്തത് മാറി എടുക്കാനില്ല. ആ ലെവലിലാണ് എല്ലാ വീടും. കാരണം നമുക്ക് ലഗേജ് കൂടുതൽ എടുക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് എല്ലാവരും മിതമായതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. കാരണം തൂക്കണ്ടേ. ഇപ്പം തന്നെ നമ്മൾ ബസ് നമ്മളെ നിർത്തി 4 നില താഴേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ലഗേജും കൊണ്ട് ഇറക്കേണ്ട ഒരു പാട്
ഓർക്കണേ. എന്നിട്ട് ആ ലഗേജ് 4 നില കയറ്റണമെങ്കിലത്തെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കൂ. എല്ലാം അധികം കൂടുതലുള്ളത് ഏജ് ആയവരാണ്. അപ്പം അങ്ങനെ അന്നത്തെ ദിവസം നന്നായിട്ട് ഇത് കുളിച്ചു, നമ്മുടെ തുണിയൊക്കെ ഉണങ്ങാനായിട്ടും നന്നായിട്ട് കിടന്ന് ഉറങ്ങി. പിന്നെ സംഘാടകർ തന്നെ പറഞ്ഞു, നമ്മുടെ ലീഡർമാർ പറഞ്ഞു, നിങ്ങൾ രാവിലെ 8 മണിയാകുമ്പോഴത്തേക്കും എല്ലാവരും റെഡിയാവണം, ഫുഡ് കഴിക്കണം. നമ്മൾ 8:30 വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്. പക്ഷെ 4 മണി ഒക്കെ ആകുമ്പോഴത്തേക്കും കുറേ പേര്, കാരണം ഞങ്ങൾ 5 പേര് ഇരുന്നവർക്ക് ഒരു ബാത്റൂമേ ഉള്ളൂ. അപ്പോൾ ടോയ്ലറ്റിൽ പോകണം, കുളിക്കണം. അതുകൊണ്ടൊക്കെ 4 മണിയാകുമ്പോഴത്തേക്കും ഓരോരുത്തർ എണീച്ച് കുളിച്ച് അവനവൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ് റെഡി ആകുമ്പോഴാണ് ഓരോരുത്തർ അങ്ങനെ ചെയ്യാൻ നിൽക്കുക. അങ്ങനെ ഞങ്ങൾ 2 പേര് ഒരു 5 മണിയാകുമ്പോഴത്തേക്കും നമുക്കിവിടെ 7 മണി, അവിടുത്തെ 5 മണി, നമ്മുടെ ഇവിടെ 7 മണി എന്ന പോലത്തെ അത്ര വെളിച്ചവും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പം ഞങ്ങൾ അങ്ങനെ എണീച്ച് 4 നില മേലെ കയറിപ്പോയി. നമ്മുടെ ഈ ഗ്രൂപ്പിൽ ചായയൊക്കെ ഉണ്ട് രാവിലെ, അതിനൊക്കെ നമ്മൾ കാത്തു നിന്നാൽ ഒന്നും പറ്റില്ല. അതുകൊണ്ട് ഭയങ്കര തണുപ്പും. കടക്കാരൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 5 പേരെന്ന് പറഞ്ഞാൽ 5 പേർക്ക് മാത്രം ചായ ഇട്ട് തരും. അതിന് പഞ്ചസാര, തേയില, വെള്ളം, പാലൊക്കെ ഒഴിച്ചിട്ട് 5 പേർക്ക് മാത്രം വെച്ച് നമുക്ക് അങ്ങനെ തരും. ഇത്രയും പോകുന്ന കപ്പിൽ ഇത് ഇത്രയും ചായ ഉണ്ടാവുള്ളൂ, 20 രൂപയാണ്. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ, ഞാനും കസിൻ ചേച്ചിയും കൂടെ പോയി 5 പേർക്കുള്ള ചായ വാങ്ങിയിട്ട് വന്ന് താഴെ കുടിച്ചു. കയറി ഇറങ്ങൽ ഒരു എക്സസൈസ് വേറെ. അപ്പോഴത്തേക്ക് ബാക്കിയുള്ള 3 പേരും റെഡിയായി കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ 2 പേരും ഓരോരുത്തരും അങ്ങനെ റെഡിയായി. ഞങ്ങൾ 7:30 എന്ന് പറയുമ്പോൾ വീണ്ടും 8:30 ആകുമ്പോഴത്തേക്കും ഫുഡ് കഴിക്കണം, വണ്ടി പുറപ്പെടുന്നതാണ്. 100 പേരാണെന്ന് ഓർക്കണം. ഈ സംഘാടകരൊക്കെ ഇന്ന് ലീഡർമാർ ഓരോരുത്തരുടെ ടീമിൽ വിളിക്കാൻ തുടങ്ങി. വിളിച്ചിട്ട് ആയവരൊക്കെ പോയി ഫുഡ് കഴിക്കാൻ പറയുന്നുണ്ട്. അപ്പോഴും ഈ 4 നില, ഇനി 2 നില, അതിന് താഴെ 3-ാമത്തെ നില ഇറങ്ങിയവരുണ്ട്. 4-ാമത്തെ നിലയിൽ ഞങ്ങൾ കുറേ പേരുണ്ട്, 100 പേരല്ലേ. അതിന് താഴെയും ആളുകൾ പോയിട്ടുണ്ട്. ഇവരൊക്കെ ഈ മേലെ കയറി വരില്ല, ലഗേജുമായിട്ട് വരണ്ടേ. ഇറങ്ങുമ്പോൾ വലിച്ച് താഴെ ഇറക്കാം, പക്ഷെ കയറുമ്പോൾ അതല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ 7:30 ആകുമ്പോഴത്തേക്കും ഞങ്ങൾ കഴിക്കാനായിട്ട് പോകുമ്പോൾ തന്നെ ഞങ്ങളുടെ ലഗേജും എല്ലാം തൂക്കി കൊണ്ടുപോയി മേലെ വെച്ച് രാവിലത്തെ ടിഫിൻ എല്ലാം കഴിച്ച് ലഗേജ് വണ്ടിയിൽ കൊടുക്കേണ്ടതെല്ലാം വണ്ടിക്കടുത്ത്, അവനവൻ്റെ വണ്ടിക്കടുത്ത് കൊണ്ട് വെച്ചു. പറഞ്ഞിട്ട് ആരെടുത്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കയറ്റുമ്പോൾ എല്ലാവരും ഒന്നിച്ച് കയറ്റും. അത്യാവശ്യം കയ്യിൽ പിടിക്കുന്നത് മാത്രം മതി. അങ്ങനെയാണ് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞ് പിന്നെ താഴേക്ക് ഇറങ്ങി വന്ന്, എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് സമയമുണ്ട്, ഒരു 10 മിനിറ്റ് സമയമുള്ളതുകൊണ്ട് നമ്മൾ വേഗം ഒന്നുകൂടി നമ്മുടെ എടുക്കേണ്ടതല്ലേ, എടുത്ത് റൂമിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണമല്ലോ. പിന്നെ അവിടെ വിട്ടാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫോണ് കാര്യങ്ങൾ, വേറെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾ, ബാത്റൂമിൽ എന്തെങ്കിലും മറന്നു വെച്ചിട്ടുണ്ടോ അതൊക്കെ നോക്കണം. ഉണങ്ങാനുള്ള തുണികൾ ഏതെങ്കിലും, അതിപ്പോൾ 2 പീസ് ആണെങ്കിലും ശരി, നമ്മുടെ ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടുന്ന് വാങ്ങാൻ കിട്ടില്ലല്ലോ. പിന്നെ ഗ്ലൗസ് കാര്യങ്ങൾ, സോക്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ അതെല്ലാം എടുത്തൊക്കെ പാക്കേജ് ഒന്നുകൂടി അങ്ങനെ ചെക്ക് ചെയ്ത് ഞങ്ങൾ 8:30 ആകുമ്പോഴത്തേക്കും വീണ്ടും മേലേക്ക് 4 നില കയറി മേലെ എത്തിയൊക്കെ റെഡിയാവുകയാണ്. അപ്പോഴത്തേക്കും കുറേ പേര് വന്നിട്ടില്ല. കുറേ പേർക്ക് വീണ്ടും ബാത്റൂമിൽ പോകണം, വീണ്ടും ഫുഡ് കഴിച്ചതും ടോയ്ലറ്റിൽ പോകണം. അപ്പോഴേക്കും ഇതുപോലെ ഇങ്ങനെ ഇറങ്ങി വരണം. അങ്ങനെയൊക്കെ കുറേ പേര്, അതെന്തായാലും അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. എങ്കിലും ഈ ട്രിപ്പിൽ അന്നത്തെ റൂം എടുത്തത് എനിക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. അന്നാണ് കുറച്ച് നീണ്ടു നിവർന്നൊക്കെ റിലാക്സ് ആയിട്ടൊക്കെ കിടക്കാൻ പറ്റിയത്. സോ അങ്ങനെ അവിടുന്ന് ഞങ്ങൾ 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവിടുന്ന് ഞങ്ങൾ വണ്ടി എടുത്തു. ആ വണ്ടി ഇനി ഞങ്ങൾ പോകുന്നത് കേദാറിലേക്കാണ്. അങ്ങനെ കേദാറിലേക്ക് എന്ന് പറഞ്ഞ് പോകുമ്പോൾ അടുത്തടുത്ത് ചെക്ക് പോസ്റ്റുകളുണ്ട്. കാരണം അങ്ങോട്ട് പോകുമ്പോൾ ഒരു 4 വണ്ടി തിരിച്ച് കേദാറിൽ നിന്ന് ഇറങ്ങിയാൽ 4 വണ്ടി നമ്മൾ അങ്ങനെ കടത്തി വിടുള്ളൂ. കേദാർ എത്രയോ കിലോമീറ്റർ എവിടെയോ ആണ് ഇരിക്കുന്നത്. ഞങ്ങളിങ്ങനെ റൂട്ട് കാണിക്കുന്നത് കേദാർ എന്ന് ആരോ കൊടുത്തിട്ടുള്ള റൂട്ട് മാത്രമാണ് കേദാറിലേക്ക്. ഞങ്ങൾ ഈ താമസിച്ച സ്ഥലത്തിൻ്റെ പേര് പിപ്പൽകോട്ട് എന്നാണ്. ഇനി പിപ്പൽകോട്ട് നിന്നാണ് നമ്മൾ എത്രയോ ഇനി പോകാനുണ്ട്. അങ്ങനെ ഞങ്ങൾ ആ യാത്ര പോവുകയാണ്. പോയിക്കൊണ്ടിരിക്കുമ്പോൾ പലയിടത്തും ബ്ലോക്കിൽ ഇങ്ങനെ നിന്നിട്ടാണ് വണ്ടി പോകുന്നത്. ചില സമയത്ത് 2 മണിക്കൂറൊക്കെ നിൽക്കും. ചില ഒരു ഗ്യാപ്പ് കിട്ടിയ സമയത്ത് കഴുകാൻ വെള്ളവും ബാത്റൂമും എല്ലാം കിട്ടുന്നിടത്ത് ഇവർ വണ്ടി നിർത്തി നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കും. പിന്നെയും അതുപോലെ ഇങ്ങനെ പോകും. അങ്ങനെ കുറച്ച് കിലോമീറ്റർ മാത്രം എത്തുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഒരു 6 മണിയൊക്കെ ആയി. കുറേ പേർക്ക്, അതായത് ചിലയിടത്ത് ബാത്റൂം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ 4 വണ്ടി ഒന്നിച്ച് നിർത്തുമ്പോൾ ഞാൻ പറഞ്ഞു 100 പേരാണെന്നുള്ളത്, കുറേ വെള്ളം കിട്ടില്ല. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ പോകാൻ പറ്റുള്ളൂ, കുറച്ച് പേർക്ക് പറ്റില്ല. പിന്നെ ഒരുപാട് പേരിനെ കണ്ടാൽ ഒരുപാട് പേര് ബാത്റൂം തരില്ല. അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇവിടെ അങ്ങനെയൊക്കെ പറ്റുള്ളൂ. ഇതിൽ നമ്മൾ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ അനുഭവത്തിൽ ഇത്രയും ഒക്കെ നമ്മളത് അനുഭവിച്ചെങ്കിൽ മാത്രമേ ആ യാത്രയിലേക്ക് അങ്ങനെ എത്തിപ്പെടാൻ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇത്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഗ്രൂപ്പിൻ്റെ കൂടെ എല്ലാം നമ്മളിങ്ങനെ കാർ എടുത്തിട്ടാണ്, സ്വന്തമായിട്ട് നമ്മളിപ്പോൾ ഒരു വണ്ടി എടുത്തിട്ട് ആണ് നമ്മൾ പോകുന്നതെന്ന് വെക്കുമോ. ഞങ്ങൾ പോയ ഈ മെയ് മാസത്തിൽ കേദാർ എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോകുമ്പം കാറാണെങ്കിൽ പോലും ചെക്ക് പോസ്റ്റ്, അങ്ങോട്ട് പോകുന്നതിന് ചെക്ക് പോസ്റ്റ് തടഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പോകാൻ പറ്റില്ല.
പിന്നെ ഇതുപോലെ ഹിമാലയൻ യാത്രകൾ എന്ന് പറഞ്ഞിട്ട് 2 വീലറിൽ പോകുന്ന അവരുണ്ട്. ഹിമാലയൻ ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോകുമ്പോൾ മാത്രം അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ ചെക്ക് പോസ്റ്റ് തടുത്തു കഴിഞ്ഞാൽ അവർക്ക് പോകാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെ പിന്നാലെ വണ്ടി നിൽക്കുന്നത്. ഇപ്പം നമ്മുടെ ഇവിടെയൊക്കെ ബ്ലോക്ക് ആയി കഴിയുമ്പോൾ 2 വീലർ പോയി മുന്നിൽ നിൽക്കില്ലേ, അതുപോലെ 2 വീലറിന് പോകാൻ പറ്റും. പക്ഷെ വേറെ ഏത് വണ്ടിക്കും പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് പോകുകയാണെങ്കിലും അനുഭവങ്ങളൊക്കെ ഇത് തന്നെയാണ്. പിന്നെ എന്താണ്, നമ്മൾ റൂം എടുക്കുന്ന കാര്യങ്ങളും കുറച്ചും കൂടെ സേഫായിട്ട് കുറച്ചും കൂടെ മുന്നിലേക്ക് പോയിട്ട് കാറിലാകുമ്പോൾ കുറച്ച് പേരല്ലേ ഉള്ളൂ, അവർക്ക് സൗകര്യത്തിനനുസരിച്ചിട്ടുള്ള നല്ല ചൂടുവെള്ളം കിട്ടുന്ന റൂമോ നല്ല ബാത്റൂമോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് റൂം എടുക്കുക. പക്ഷെ ഇത് 100 പേര് അടങ്ങുമ്പോൾ 4 വണ്ടിയൊക്കെ ഇങ്ങനെ പോകുക എന്ന് പറയുമ്പോൾ 100 പേർക്ക് തങ്ങാൻ പറ്റിയ സംവിധാനങ്ങൾ, റൂമുകളും കാര്യങ്ങളും കിട്ടുന്നിടത്തല്ലേ വണ്ടി നിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ പോരായ്മകളാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം അങ്ങനെ പോയപ്പോൾ വണ്ടി ഒരു 6 മണിയൊക്കെ ആയി. വണ്ടിയൊന്നും അനങ്ങുന്നേ ഇല്ല, 2 മണിക്കൂറായി നിൽക്കുന്നു. അപ്പോൾ രാവിലെ മുതൽ ബാത്റൂം പോകാത്ത ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കുറച്ച് പേരായിട്ട് മുന്നിലേക്ക് നടക്കും. എന്നിട്ട് ഇവർ വണ്ടിക്കാർ പറയും, നിങ്ങൾ നടന്ന് എവിടെ ബാത്റൂം കിട്ടുന്നതൊക്കെ പോയിട്ട് അവിടെ നിൽക്കാൻ കുറേ ദൂരം. ഇപ്പോൾ കാലിലൊക്കെ നീര് വയ്ക്കും, നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുകയല്ലേ, കുറേ പ്രായമായവരല്ലേ, ഒക്കെ നീര് വയ്ക്കും. പിന്നെ ബാത്റൂമിൽ പോകാത്തതുകൊണ്ട് ഭയങ്കര അസ്വസ്ഥതകളും ഉറക്കമില്ലാത്തതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ നടക്കുമ്പോൾ കുറച്ച് റിലാക്സ് ആകും. അപ്പോൾ കയ്യിൽ കാശുണ്ടെങ്കിൽ ഗൂഗിൾ പേ ചെയ്തിട്ടാണെങ്കിലും ചില ചായയൊക്കെ കുടിച്ചിട്ട് മുന്നിലോട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പോഴേ ചെക്ക് പോസ്റ്റ് വിട്ട് കഴിയുമ്പോൾ നമ്മുടെ വണ്ടി വരും. അപ്പോൾ നമ്മൾ ഫോണിൽ വിളിക്കുമ്പോൾ വണ്ടി പുറപ്പെട്ടെന്ന് പറയും. അപ്പോൾ നമ്മൾ ഒരു അടയാളം പറഞ്ഞിട്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ, കാരണം ആ റോഡ് മാത്രമേ ഉള്ളൂ, അടയാളം പറഞ്ഞാൽ റോഡ് പക്കത്ത് നിന്നാൽ മതി, നമ്മളെ കാണും. എന്നാൽ നമ്മുടെ അടയാളമായി തൊപ്പി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ID കാർഡ് കഴുത്തിൽ തൂക്കിയിട്ടുണ്ട്. അപ്പോൾ തൊപ്പി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർക്ക്, വണ്ടിയിൽ വരുന്നവർക്ക് അറിയാം അത് നമ്മുടെ തൊപ്പി, ഇതാണ് നമ്മുടെ ആളെന്ന് പറയും. വണ്ടി നിർത്തും. ആ വണ്ടിയിൽ നമ്മൾ അങ്ങനെ കയറി വരികയാണ്. അങ്ങനെ ഞങ്ങൾ ഒരിടത്ത് പെട്ടപ്പോൾ ഞങ്ങൾ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ, ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി നടന്നിട്ട് 6 മണി വരെ 3-4 കിലോമീറ്ററാണ് ഞങ്ങൾ നടന്നത്. കുറച്ച് പേരായിട്ട് ഇങ്ങനെ നടന്നു, ബാത്റൂമിലൊക്കെ പോയിട്ട് ഒന്ന് റിലാക്സ് ആയിട്ട്. പിന്നെ അപ്പോഴേക്കും നമുക്ക് ആ 4 മണിയൊക്കെ ആകുന്ന സമയത്ത് കുറച്ച് ചൂട് തോന്നിയതുകൊണ്ട് വണ്ടിയിലിരുന്നതുകൊണ്ട്, കാരണം ഇങ്ങനെ നിൽക്കുകയല്ലേ, അപ്പോൾ ഞങ്ങൾ ഇറങ്ങി നടക്കുമ്പോൾ കോട്ടൊന്നും ഇട്ടില്ല. പക്ഷെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തണുപ്പൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പിന്നെ നിൽക്കാൻ തുടങ്ങി. പിന്നെ വണ്ടിയൊക്കെ വന്ന ശേഷമാണ് കയറി അങ്ങനെ പോയത്. ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ പിന്നെ പതക്ക് എന്ന് പറയുന്ന സ്ഥലത്ത്, അതിനപ്പുറം പോലെ ഡ്രൈവർമാർ മാക്സിമം 8 മണി അപ്പോഴത്തേക്ക് നമ്മളൊക്കെ റൂം കണ്ടുപിടിച്ച്, റൂം എന്നൊന്നും പറയാൻ പറ്റില്ല, ഹാള് പോലെയുള്ളതൊക്കെ അങ്ങനെ കണ്ടുപിടിച്ച് നമ്മൾ തങ്ങാനുള്ള വഴി നോക്കണം. അങ്ങനെ അന്നത്തെ സ്റ്റേ എന്ന് പറയുന്നത് പതക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ആ പതക്കില് റൂം എന്ന് പറയുന്നത്, അതിന് റൂമെന്ന് പേരിടണോ അതിന് വേറെ എന്തെങ്കിലും പേര് കണ്ടുപിടിക്കണോ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അനുഭവമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.